മീൻ പിടിച്ച് തിരികെ വരികയായിരുന്ന ഇലാഹി എന്ന ബോട്ടാണ് ശക്തമായ തിരയിൽപ്പെട്ട് മറിഞ്ഞത്. മത്സ്യത്തൊഴിലാളികളും ലൈഫ് ഗാർഡും ചേർന്ന് അപകടത്തിൽപ്പെട്ടവരെ കരയ്ക്കെത്തിച്ചു. ബോട്ടും കരയ്ക്കു കയറ്റി. രക്ഷാപ്രവർത്തനത്തിനിടെ ലൈഫ് ഗാർഡിന് പരിക്കേറ്റു. തൊട്ടു പിന്നാലെ അത്യുന്നതൻ എന്ന വള്ളവും മുതലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ടു. വള്ളത്തിലുണ്ടായിരുന്നയാളെ രക്ഷപ്പെടുത്തി. പൂന്തുറ സ്വദേശിയുടെ വള്ളമാണ് മറിഞ്ഞത്. കോഴിക്കോട് നാദാപുരത്ത് മഴയിൽ കെട്ടിടം തകർന്നു. നാദാപുരം ടൗണിൽ വടകര റോഡിലെ ഇരുനില കെട്ടിടമാണ് തകർന്നു വീണത്. വയനാട് കോട്ടത്തറയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. KP ജലീൽ ഫൈസിയുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞത്. തിരുനെല്ലി പാൽവെളിച്ചം പുതുപ്പറമ്പിൽ ബിനീഷിന്റെ വീടിന് മുകളിൽ മരം വീണു. വീട് ഭാഗികമായി തകർന്നു. 7 പേരടങ്ങിയ കുടുംബം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വയനാട് പിണങ്ങോട് പീസ് വില്ലേജിന് സമീപത്തെ റോഡ് പുഴയിലേക്ക് ഒഴുകിപ്പോയി. തൊട്ടടുത്ത വീട് അപകടാവസ്ഥയിലാണ്. കാസർഗോഡ് രാജപുരം കോട്ടക്കുന്നിൽ മരം വീണ് ഇലക്ട്രിക് പോസ്റ്റ് റോഡിലേക്ക് ചെരിഞ്ഞു. ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കി നെടുങ്കണ്ടത്ത് ഓഫ് റോഡ് ട്രക്കിങ്ങിനായി എത്തിയവരുടെ വാഹനങ്ങൾ മലയ്ക്ക് മുകളിൽ കുടുങ്ങി. കർണാടകയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളുടെ 27 വാഹനങ്ങളാണ് കുടുങ്ങിയത്. മഴ ശക്തമായതോടെ വാഹനങ്ങൾ തിരിച്ചിറക്കാൻ സാധിച്ചില്ല. വാഹനത്തിലുണ്ടായിരുന്ന 40 പേരെ റിസോർട്ടുകളിലേക്ക് മാറ്റി. ഓഫ് റോഡ് ട്രക്കിങ്ങിന് നിരോധനമുള്ള മേഖലയിലേക്കാണ് സഞ്ചാരികൾ വാഹനവുമായി എത്തിയത്. ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.